പുതിയ ജീവിതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എപ്പോഴും ആഹ്ലാദകരമാണ്. പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷയുടെ വിളക്ക് തെളിച്ചു കൊടുക്കുന്നത് തീർച്ചയായും സമൂഹത്തിന് വളരെ മാതൃകയുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന, ഞാൻ പ്രത്യേകം പറയാതെ തന്നെ നമുക്കെല്ലാം അറിയുന്ന വ്യക്തിയാണ് ശ്രീ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹം ചെയ്യുന്നതെല്ലാം മാജിക്കാണ്. സ്റ്റേജിൽ നടത്തിയിരുന്ന മാജിക്കിന് ശേഷം ജീവിതത്തിലേക്ക് ആ മാജിക്കിനെ കൊണ്ടുവരികയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഒരു ദിവസത്തെ പരിപാടികൾ കാണാനും അനുഭവിക്കാനും എനിക്കും അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ടത് തീർച്ചയായും ഹൃദയസ്പർശിയായ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, അതൊരു സെന്ററിൽ നടത്തുന്ന പ്രവർത്തനമാണെങ്കിൽ അത് സമൂഹത്തിലേക്ക് അതേ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യത്യസ്തമായ ശേഷികളുള്ള ആളുകൾക്ക് വേണ്ടി അവർക്ക് സൗകര്യപ്രദമായി ജീവിക്കാൻ കഴിയുന്ന, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുക. എപ്പോഴും നൂതനമായ ആശയങ്ങൾ മാത്രം പുറത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ശ്രീ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹം ചിന്തിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താണ് സമൂഹത്തിന്റെ ആവശ്യമെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി പഠിച്ചാണ് അദ്ദേഹം ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത്. ഇത്തരത്തിൽ ചിന്താശേഷിയുള്ള ആളുകൾ നമ്മളുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം സമൂഹവും ഉണർന്നു തുടങ്ങും. ഭരണാധികാരികൾ ചിന്തിച്ചു തുടങ്ങും. കേരളത്തിലും നാട്ടിലും മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങും. തീർച്ചയായും ഇത്തരം മാറ്റങ്ങൾ തുടങ്ങേണ്ടത് ശ്രീ ഗോപിനാഥ് മുതുകാടിനെ പോലുള്ള വിഷണറികളിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തെ ഇത്തരം സംരംഭങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം മുന്നിട്ടിറങ്ങുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എത്രയാണെന്നും എനിക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണ്. ആ പ്രതിസന്ധികളെ മറികടക്കാൻ അദ്ദേഹം കാണിക്കുന്ന ഇച്ഛാശക്തിയെയും ഞാൻ പ്രത്യേകം പ്രശംസിക്കുകയാണ്. കാരണം പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്ന് മടുത്ത് നിരാശരായി ഉപേക്ഷിച്ചു പോകുന്ന വലിയൊരു വിഭാഗം ആളുകളെ എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മളൊക്കെ ഏതാണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഒരു പ്രതിസന്ധിയെ അവസരമാക്കിയെടുത്ത് അത് മറികടന്ന് പുതിയ സാധ്യതകളുടെ ലോകത്തേക്ക് സമൂഹത്തെ നയിക്കാൻ ശക്തിയുള്ള, ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറുമ്പോൾ സമൂഹത്തിന് വരുന്ന തലമുറകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറുന്നു. എനിക്ക് ഒരത്ഭുതമാണ് ഈ മനുഷ്യൻ. ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും, എനിക്ക് ചെയ്യാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ, അതൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് സമൂഹത്തിനു വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാ ജില്ലയിലും ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാവുമ്പോൾ തുടർന്ന് സമൂഹത്തിന്റെ കടമയാണ് ആ ജില്ലയിൽ അത്തരത്തിൽ ആ മാതൃകയിലുള്ള നിരവധി വീടുകൾ ഇത്തരത്തിൽ ആവശ്യമുള്ളവർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുക എന്നത്. അതിന് നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. സമൂഹത്തിന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.